നിങ്ങൾ ചില ന്യൂസുകളിലൊക്കെ കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ചില വാഹനങ്ങളുടെ പെട്രോൾ പൈപ്പിന് ഹോള് വരുന്നു, ഒരു വണ്ട് വന്ന് കുത്തിയതിന് ശേഷം പെട്രോൾ പൈപ്പ് ലീക്കാവുന്നു, പെട്രോൾ ലീക്കാവുന്നു, ചില വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നു, ചില വാഹനങ്ങൾക്ക് തീപിടുത്തം ഉണ്ടാകുന്നു. അത്തരത്തിലുള്ള ന്യൂസുകൾ നിങ്ങൾ പലയിടത്തും കേട്ടിട്ടുണ്ടാവും. ശരിക്കും ഇത്രയും കാലത്ത് ഈ വണ്ടികൾ എവിടുന്ന് വന്നു നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? എന്താണ് ശരിക്കും സംഭവിച്ചിട്ടുള്ളത്? നിങ്ങൾ അതിനെപ്പറ്റി എന്തെങ്കിലും സ്റ്റഡി നടത്തിയിട്ടുണ്ടോ? അപ്പോൾ ഞാൻ ചെറിയ രീതിയിൽ അതിനെപ്പറ്റി സ്റ്റഡി നടത്തിയ സമയത്ത് എനിക്ക് മനസ്സിലായിട്ടുള്ളത്, എനിക്കും ഇതേ രീതിയിലൊരു അനുഭവം ഉണ്ടായി. എൻ്റെ ഒരു വാഹനം ഇതേപോലെ ഒരു പഴയ മോഡൽ വാഹനം ഞാൻ നിർത്തിയിട്ടിരുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ദിവസം നോക്കുമ്പോൾ പെട്രോൾ ലീക്കാവുന്നു, പെട്രോളിൻ്റെ ഒരു റബ്ബർ ഹോസ് വന്നിട്ട് ഒരു ഹോളായിട്ടുണ്ട്. ആ ഹോളിലൂടെ ഇങ്ങനെ പെട്രോൾ പുറത്തേക്ക് വന്നു. എനിക്കും പേഴ്സണലി ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. വീഡിയോ കാണുന്ന ചിലപ്പോൾ നിങ്ങൾക്കും ഈ ഒരു അനുഭവം, നിങ്ങളുടെ പഴയ വാഹനങ്ങൾക്ക് ചിലപ്പോൾ ഇത്തരത്തിലുള്ളൊരു അനുഭവം നിങ്ങൾക്കും ഇതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ടായിരിക്കാം, ഇല്ലാതിരുന്നേക്കാം. പക്ഷേ എൻ്റെ ഒരു ചെറിയ ഇൻഫോർമേഷൻ എനിക്ക് കിട്ടിയ അറിവനുസരിച്ച് ഞാൻ നിങ്ങളിലേക്ക് അത് എന്താണ് അതിൻ്റെ സംഭവം എന്നുള്ളത് ഞാൻ ഒന്നുകൂടി ഷെയർ ചെയ്ത് തരികയാണ്. ചിലപ്പോൾ ഞാൻ പറയുന്നതിൽ തെറ്റുണ്ടാവും. തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ നിങ്ങൾ തിരുത്തി തരാൻ റെഡി ആയിരിക്കണം. നമ്മുടെ BS6 വാഹനങ്ങൾ വന്ന സമയത്ത് എത്തനോളിൻ്റെ അളവ് പൊല്യൂഷൻ കുറക്കാൻ വേണ്ടിയിട്ട് എത്തനോളിൻ്റെ അളവ് കൂട്ടണം എന്നൊരു ഇൻസ്ട്രക്ഷൻ എന്തോ പെട്രോളിയം കമ്പനികൾക്ക് എന്തോ പോയിട്ടുണ്ടെന്നാണ് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ. അപ്പോൾ അത് 20% എങ്ങാണ്ട് എത്തനോളിൻ്റെ അളവ് കൂട്ടിയതോടുകൂടി എത്തനോൾ ഇഷ്ടപ്പെടുന്ന പ്രാണികൾ, അതായത് വണ്ടുകൾ, നമ്മുടെ പൂവും കാഴൊക്കെ ഭക്ഷിച്ച് കേൾക്കുന്ന വണ്ടുകൾക്ക് ഈ എത്തനോളിനോട് എന്തോ ഒരു അട്രാക്ഷൻ ഉള്ളതുകൊണ്ട് എത്തനോൾ പോകുന്ന പൈപ്പുകൾ ഇവർ സ്മെല്ല് ചെയ്ത് കണ്ടെത്തിയതിനു ശേഷം അത് ഹോൾട്ട് അവരത് എടുക്കുന്നു എന്നുള്ളൊരു ഇൻഫർമേഷനാണ് എനിക്കത് മനസ്സിലാക്കാൻ സാധിച്ചത്. ഈ ഏറ്റവും കൂടുതൽ ഈ സംഭവം സംഭവിക്കുന്ന ചില പഴയ ടൈപ്പ് വാഹനങ്ങൾ, അതായത് BS6 മുമ്പുള്ള വാഹനങ്ങളിലാണ് ഈ പെട്രോൾ പൈപ്പുകൾ ലീക്ക് ചെയ്യുന്നത്. ഇപ്പോൾ എനിക്ക് വന്ന സംഭവം, എനിക്ക് 2010-11 ആൾട്ടോക്കൊക്കെയാണ് ഈ ഒരു സംഭവം വന്നത്. കാരണം ഈ പഴയ വാഹനങ്ങൾക്കത്തൊക്കെ ഇതിൻ്റെ പെട്രോൾ ഓസുകളെല്ലാം റബ്ബറിൻ്റെ ഓസുകളായിരുന്നു. കാരണം അന്ന് ഇതിനൊന്നും പ്രതിരോധിക്കാനുള്ള കപ്പാസിറ്റി കാര്യങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ പഴയ രീതിയിലുള്ള സിസ്റ്റമാണ് അതിനകത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ റബ്ബർ ഓസ് വരുന്ന വാഹനങ്ങൾക്കാണ് ഈ ഒരു സംഭവം, ഈ ഒരു പെട്രോൾ ലീക്കാവുന്നൊരു പ്രശ്നം വരുന്നത്. കാരണം മെറ്റൽ പീസ് ആണെന്നുണ്ടെങ്കിൽ വണ്ടിനത് ഹോളാക്കാൻ കഴിയില്ല. അപ്പോൾ പുതിയ BS6 വാഹനങ്ങൾക്കൊക്കെ ഇത് ചെറുക്കാൻ രീതിയിലുള്ള പെട്രോളിൻ്റെ പൈപ്പും കാര്യങ്ങളെല്ലാം മാറ്റം വന്നിട്ടുണ്ട്. മെറ്റൽ പീസിലേക്കൊക്കെ മാറ്റി അതിന് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിലാണ്, ഈ വണ്ടികളിൽ നിന്നൊക്കെ പ്രൊട്ടക്ഷൻ തരുന്ന രീതിയിലാണ് പുതിയ വാഹനങ്ങൾ വരുന്നത്. പക്ഷേ പഴയ വാഹനങ്ങളെ പഴയ സിസ്റ്റത്തിലാണ് ഈ വണ്ടികൾ പണി തരുന്നതും പെട്രോൾ കുത്തി ലീക്കാക്കുന്നതാണ് എനിക്ക് കിട്ടിയൊരു ഇൻഫർമേഷൻ. അതായത് എത്തനോളിൻ്റെ അളവ് കൂടിയതുകൊണ്ട് ആണ് എന്നുള്ളതാണ് എനിക്ക് കിട്ടിയൊരു ഇൻഫർമേഷൻ. തെറ്റുണ്ടെങ്കിൽ നിങ്ങളൊന്ന് തിരുത്തി തരിക, കമൻറ്റിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. മാത്രമല്ല പെട്രോൾ ആർക്കെങ്കിലൊക്കെ അതേപോലെ പെട്രോൾ ഹോളായിട്ട് പെട്രോൾ പൈപ്പുകൾക്കൊക്കെ ലീക്ക് വന്നിട്ട് നിങ്ങൾക്ക് വണ്ടികൾ പണി തന്നിട്ടുണ്ടെങ്കിൽ അതും ഒന്ന് കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. 2 കിടിലൻ വാഹനങ്ങൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. ഒരു 7 സീറ്റിൽ നിൽക്കുന്ന മഹീന്ദ്രയുടെ TUV എന്ന മാനുവൽ ഗിയർ ബോക്സ് ഇടുന്ന ഡീസൽ എഞ്ചിനിൽ നിൽക്കുന്ന 7 സീറ്റ് വാഹനം, ഒരു ഓട്ടോമാറ്റിക് ഒരു CVT ഗിയർ ബോക്സ് ഇടുന്ന ടൊയോട്ടയുടെ ഗ്ലാൻസ എന്നൊരു വാഹനം, ഫുൾ ഓപ്ഷൻ വേരിൽ നിൽക്കുന്ന വാഹനം, KL32 ഒരു ഫാൻസി നമ്പറിൽ നിൽക്കുന്ന വാഹനം, 32-ൽ 333 എന്നുള്ള ഫാൻസി നമ്പറൊക്കെ വന്നിട്ടുള്ള T6 എന്ന വേരിയൻറ്റിൽ നിന്ന് 2016 മോഡലിൽ നിൽക്കുന്ന മഹീന്ദ്ര TUV ഡീസൽ എഞ്ചിനിൽ നിൽക്കുന്നൊരു വാഹനം കൂടിയാണിത്. TUV ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം മൈലേജ് കാര്യങ്ങളെല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്ന വാഹനം. ഡീസൽ എഞ്ചിൻ നമുക്കൊരു 16-17 റേഞ്ചിൽ നമുക്ക് മൈലേജ് പ്രതീക്ഷിക്കാവുന്ന T6+ എന്ന വേരിയൻ്റ്, അതായത് ഫുൾ ഓപ്ഷൻ്റെ താഴെ നിൽക്കുന്ന വേരിയൻ്റ് T6+ എന്നത്. ബേസിക്കലി വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം നിൽക്കുന്നു. സിംഗിൾ ഓണർഷിപ്പിൽ, സെക്കൻഡ് ഓണർഷിപ്പിൽ 1 lakh something കിലോമീറ്ററാണ് ഈ ഒരു വാഹനം നിലവിൽ റൺ ചെയ്തിട്ടുള്ളത്. 4 പുത്തൻ ടയേഴ്സൊക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. 7 സീറ്റ് വാഹനങ്ങൾ, ഡീസൽ എഞ്ചിൽ മൈലേജുള്ള വാഹനങ്ങൾ അന്വേഷിച്ച് നടക്കുന്നവർക്ക് ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു വാഹനം തന്നെയാണിത്. ആ ഒരു ബ്രേക്കറൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഇന്റീരിയർ സ്പേസ് വരുന്നുണ്ട്. കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്, കുട്ടികൾക്കാണ് ഈ ഒരു സീറ്റ് ഏറ്റവും സ്യൂട്ടബിൾ ആവുന്നത്. ഒരു ചെറിയ സ്റ്റെപ്പൊക്കെ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ഇന്റീരിയറൊക്കെ അത്യാവശ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിനകത്ത് വന്നിട്ടുണ്ട്. 4 ഡോർ പവർ വിൻഡോ, AC പവർ സ്റ്റാരിങ്, കമ്പനി ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം തുടങ്ങിയിട്ടുള്ള സെൻട്രൽ ലോക്കിംഗ് തുടങ്ങിയിട്ടുള്ള ബേസിക്കലി ഫീച്ചേഴ്സാണ് ഈ ഒരു വാഹനത്തിനകത്ത് കൊടുത്തിട്ടുള്ളത്. സൈഡ് സ്റ്റെപ്പൊക്കെ ഈ ഒരു വാഹനത്തിനകത്ത് അഡീഷണൽ ആക്സറീസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. T6 എന്ന വേരിയൻറ്റ്, T6+ എന്ന വേരിയൻറ്റിൽ നിൽക്കുന്ന അത്യാവശ്യം ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഈ ഒരു വാഹനം സ്വന്തമാക്കാം 4,70,000 രൂപ നെറ്റ് പ്രൈസോടുകൂടി. ഓൾമോസ്റ്റ് 4 ലക്ഷം വരെ ഫിനാൻസ് സൗകര്യം അവൈലബിൾ ഒരു വാഹനം കൂടിയാണിത്. ഇനി ടൊയോട്ടയുടെ ഒരു ഗ്ലാൻസ് അടക്കുന്നുണ്ട്. 2019 മോഡലിൽ നിൽക്കുന്ന CVT ഓട്ടോമാറ്റിക് സെഗ്മെൻറ്റിൽ നിൽക്കുന്ന ഒരു വാഹനം. 2019 സിംഗിൾ ഓണർഷിപ്പിൽ 32,000 കിലോമീറ്റർ ഓടിയുള്ള KL53 മലപ്പുറം പെരിന്തൽമണ്ണ രജിസ്ട്രേഷനിൽ നിൽക്കുന്ന വാഹനം. V എന്ന ഫുൾ ഓപ്ഷൻ വേരിയൻ്റാണ്. V എന്ന വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ ഏറ്റവും ഫുൾ ഓപ്ഷനിൽ വരുന്ന എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ലക്ഷറിയസ് എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം നിൽക്കുന്ന വാഹനമാണിത്. ഒരു ക്രോം എലമെൻറ്റ്സ് ഇങ്ങനെ ആഡ് ചെയ്ത് പോകുന്ന രീതിയിൽ, ഹെഡ്ലൈറ്റിനോട് കൂടി അറ്റാച്ച് ചെയ്ത് പോകുന്ന രീതിയിൽ ഒരു ഫ്രണ്ടിൽ നിന്ന് ഒരു ഡിസൈൻ പാറ്റേൺ അടക്കം ഈ ഒരു വേരിയൻ്റിനകത്താണ് വരുന്നത്. പ്രൊജക്ട് ഹെഡ് ലാമ്പ് വരുന്നു, ഫോഗ് ലാംപ്സ് വരുന്നു, അലോയ് വീൽസ് വരുന്നു, മിറർ ഇൻഡിക്കേറ്റർ വരുന്നു, മിറർ ഫോൾഡിംഗ് വരുന്നു, ഓട്ടോ ക്ലൈമറ്റ് AC, സ്റ്റിയറിംഗ് കൺട്രോൾസ്, എയർ ബാഗ്, ABS, സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്, ബാക്ക് വൈപ്പർ, ഡിഫോഗർ തുടങ്ങിയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങൾ എല്ലാം നിൽക്കുന്ന റിവേഴ്സ് പാർക്കിംഗ് സെൻസർ, റിവേഴ്സ് ക്യാമറ, അങ്ങനെ ഒരു വാഹനത്തിൻ്റെ അത്യാവശ്യത്തിലധികം വേണ്ട എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങൾ എല്ലാം നിൽക്കുന്ന
ഒരു അടിപൊളി കണ്ടീഷനിൽ നിൽക്കുന്ന പ്രോപ്പർ സർവീസ് കാര്യങ്ങളെല്ലാം മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളൊരു വാഹനം. 30,000 സർവീസ് ഇപ്പോൾ ഷോറൂമിൽ നിന്ന് കഴിഞ്ഞൊരു വാഹനമാണ്. അപ്പോൾ ഈ അടുത്തൊരു 40 ഒരു 8,000 കിലോമീറ്റർ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഒരു സർവീസ് നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യമുള്ളൂ. അപ്പോൾ ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം 7,30,000 രൂപ നെറ്റ് പ്രൈസോട് കൂടി. പുതിയ ഇൻഷുറൻസ് അടക്കം വണ്ടികളിലേക്ക് പുതിയ ഇൻഷുറൻസ് അടക്കം നിങ്ങൾക്ക് 7,30 ഈ ഒരു വാഹനം സ്വന്തമാക്കാം. ഓൾമോസ്റ്റ് ഒരു 7 ലക്ഷം വരെയൊക്കെ ഫിനാൻസ് സൗകര്യം അവൈലബിൾ ഒരു വാഹനം കൂടിയാണിത്. അപ്പോൾ 2 വാഹനം ഇതും CVT ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് വരുന്ന വാഹനം കൂടിയാണ്. CVT വാഹനങ്ങൾ ഓട്ടോമാറ്റിക് സെഗ്മെൻറ്റ് വരുന്ന വാഹനങ്ങൾ അന്വേഷിച്ച് നടക്കുന്നവർക്ക് ഒരു ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള ഒരു വാഹനം. അത്യാവശ്യം ബഡ്ജറ്റ് കുറഞ്ഞിട്ടുള്ള അത്യാവശ്യം ലോ കിലോമീറ്ററിൽ നല്ലൊരു ക്വാളിറ്റിയുള്ള ഒരു വാഹനം സ്വന്തമാക്കാം. ഒരു 7 സീറ്റ് വാഹനം നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു, മഹേന്ദ്രയുടെ TV എന്ന വാഹനം. അപ്പോൾ ഈ 2 വാഹനങ്ങളും കാർലൈൽ പെട്രീസ് ഷോറൂമിൽ വാഹനങ്ങൾ അവൈലബിൾ ആണ്. മറ്റു കൂടുതൽ വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾക്കുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ മാക്സിമം ഷെയർ ചെയ്യുക, പേജ് ഫോളോ ചെയ്യുക.